നമസ്കാരം, എല്ലാവർക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതുവരെ 3 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഒന്നാമത് ഫാരഡേസ് ലോസ് ഓഫ് ഇൻഡക്ഷൻ, രണ്ടാമത് ലെൻസസ് ലോ ഡിസ്കസ് ചെയ്തു, തുടർന്ന് മോഷണൽ EMF ആയിരുന്നു അവസാനത്തെ ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞത്. നമ്മുടെ 4th ടോപ്പിക്കിലേക്ക് കിടക്കുന്നു, എഡ്ഡി കറന്റ്സ്. നമുക്ക് നേരിട്ട് എഡ്ഡി കറന്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. എഡ്ഡി കറന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുക. വെൻ bulk piece of conductors are subjected to change in magnetic flux, induced currents are produced in them. Their flow patterns resemble swirling eddies in water and are called eddy currents. കാര്യം ഇത്രമേ ഉള്ളൂ. ഒരു മാഗ്നറ്റിക് ഫീൽഡില് ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നുണ്ട് ദ സ്വിർലിംഗ് എഡീസ് ഇൻ വാട്ടർ. വെള്ളത്തിലെ ചുഴികൾ പോലെയായിരിക്കും അതിലുണ്ടാകുന്ന കറണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. 2 കാര്യം ഓർത്താൽ മതി. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യണം, ഒന്ന്. രണ്ടാമത് അങ്ങനെ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പം നിങ്ങൾ ഓർത്താൽ മതി, മാഗ്നറ്റിക് ഫീൽഡിനെ ആ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് അത് ഓരോ സമയത്ത് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം അതിനകത്ത് കറണ്ട് ഉണ്ടാവും. ആ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ സ്വിർലിംഗ് ആയിട്ടായിരിക്കും, ഇങ്ങനെ ചുറ്റി ആയിരിക്കും, ഈ എഡീസ് പോലെ ആയിരിക്കും, ചുഴികൾ പോലുള്ള കറണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ഒരു ഫ്ലോ പാറ്റേൺ അതായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറന്റ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ കൂടി ഡെഫിനേഷൻ നോക്കാം. വെൻ ബൾക്ക് പീസ് ഓഫ് കണ്ടക്ടേഴ്സ്, വലിയ കണ്ടക്ടറുകൾ, ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, അത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരികയാണെങ്കിൽ, ഇൻഡ്യൂസ്ഡ് കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദം. ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും, ആ കണ്ടക്ടറിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഇനി their flow patterns, അതിനുണ്ടാകുന്ന കറണ്ടിന്റെ ഫ്ലോയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും? റിസംബിൾ സ്വിർലിംഗ് എഡീസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ചുഴികൾ ഉണ്ടാകുന്ന രീതിയിലായിരിക്കും അതിലുണ്ടാകുന്ന കറണ്ടിന്റെ ഫ്ലോ പാറ്റേൺ. ഈ കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. ആ ഫിഗറിൽ ഇവിടെ ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഉണ്ട്. താഴേക്കും മേളിലേക്കും ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ നടുക്ക് നമ്മളൊരു ബൾക്ക് പീസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ, അതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതിന് ഉള്ളിൽ കിടന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് അത് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്താണ് പോകുന്നത്. ആ സമയത്ത് ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇങ്ങനെ വട്ടത്തിലായിരിക്കും. സ്വിർലിംഗ് എഡീസ് ഇൻ വാട്ടർ അതുപോലെ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള കറണ്ടിനെ നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഇതുപോലെ തന്നെ ഓർത്തിരിക്കാനായിട്ട് 2 മാഗ്നറ്റുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ഫേസ് ടു ഫേസ് വെച്ചിരിക്കുന്നു. ഇനി അതിന്റെ നടുക്കായിട്ട് ഞാനൊരു മെറ്റാലിക് കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ആ മെറ്റാലിക് കണ്ടക്ടറിനെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൈവിടുവാണെങ്കിൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നോർമൽ ആയിട്ട് ഇവിടെ മാഗ്നറ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മെറ്റാലിക് കണ്ടക്ടർ ഒരു 20 ടൈംസ് ഇത്തരത്തിലൊരു ഓസിലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു മെറ്റാലിക് കണ്ടക്ടർ ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടറെ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു, അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിന്റെ 2 എൻഡിലുമായിട്ട് നോർത്ത് പോളും സൗത്ത് പോളും വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റുകൾ 2 പ്ലേസ് ചെയ്തു. അങ്ങനെയാണ് നമുക്കറിയാം ഇപ്രാവശ്യം അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, റൊട്ടേറ്റ് ചെയ്യുകയല്ല, ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് കയറി ഇറങ്ങി പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എഡ്ഡി കറന്റ് അതിനകത്ത് ഉണ്ടാവും. കാരണം ഒരു ബൾക്ക് പീസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടർ ആണ്, അത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് ഫാരഡേസ് ലോയുടെ കേസിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ലെൻസസ് ലോയുടെ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ, നമ്മളൊരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നോർത്ത് പോൾ ആണെന്ന് വിചാരിക്കുക, ഇത് സൗത്ത് പോൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ നോർത്ത് പോൾ ടു സൗത്ത് പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിലേക്ക് നമ്മളൊരു മെറ്റാലിക് കണ്ടക്ടറിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ മെറ്റാലിക് കണ്ടക്ടർ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിന്റെ ഉള്ളിലേക്ക് വന്ന് കയറുമ്പോൾ, ആദ്യം ഇനീഷ്യലി മെറ്റാലിക് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ലെൻസസ് ലോയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വേണ്ട, നോ പ്രോബ്ലം, മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വേണ്ട, അപ്പം ഇത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വേണ്ട, അത് ഒപ്പോസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. അപ്പൊ ഇവിടെ നോർത്ത് പോൾ, ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇരിക്കുന്നത് കൊണ്ട് ഇത് അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഒരു സൈഡ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യണം. അതിന്റെ ആ സൈഡ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അതിന് എങ്ങനെ കറണ്ട് ഉണ്ടാകണം? നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാകണം. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത്
വട്ടം ചുറ്റിയായിരിക്കും, സ്വിർലിംഗ് എഡീസ് പോലെ ആയിരിക്കും, ചുഴി പോലെ ആയിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ എഡി കറണ്ട് എന്ന് വിളിക്കുന്നു. ഇനി വൺസ് ഇതിനകത്ത് ഇത് കയറിക്കഴിഞ്ഞാൽ അത് പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ്, അതുകൊണ്ട് നോ പ്രോബ്ലം, അതിന് മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കിട്ടുന്നുണ്ട്. അതിനുശേഷം അതിങ്ങനെ കയറിയിട്ട് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം നമ്മൾ മുമ്പ് പറഞ്ഞ ഇനേർഷ്യ അതിന് വീണ്ടും ഉണ്ടാവും. അപ്പൊ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഇറങ്ങി പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം ഇതിനകത്തുനിന്ന് കുറയാൻ പോവുകയാണ്. അങ്ങനെ കുറയണ്ട. അപ്പൊ അവൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവന് മാഗ്നറ്റിക് ഫീൽഡിന്റെ എണ്ണം കുറയണ്ട എന്നുള്ളൊരു താല്പര്യമാണ്. അപ്പൊ ഇവിടെ ഉള്ളത് നമുക്കറിയാം ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആണ്. അപ്പൊ അതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അതിന്റെ ഈ സൈഡ് സൗത്ത് പോൾ ആവാനായിട്ട് താല്പര്യപ്പെടും. കാരണം നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കാനായിട്ട് അതിന് താല്പര്യം വരും. അപ്പം അങ്ങനെ അത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ ഒരു റീജിയൻ സൗത്ത് പോൾ ആകണമെന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെ കറണ്ട് ഉണ്ടാകണം? അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അവിടെ കറണ്ട് ഉണ്ടാവണം. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ, നോർമലി നമ്മളുടെ മെറ്റാലിക് കണ്ടക്ടർ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു 20 ഓസിലേഷൻസ് ഓസിലേറ്റ് ചെയ്യുമായിരുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഡാമ്പ് ചെയ്ത് അത് നിൽക്കുമെന്നിരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ മെറ്റാലിക് കണ്ടക്ടർ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ബാർ മാഗ്നറ്റുകൾ വെച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മെറ്റാലിക് കണ്ടക്ടർ എതിലെയാണിത് ഓസിലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ 2 ബാർ മാഗ്നറ്റിന്റെ ഉള്ളിലൂടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെയാണെന്നിരിക്കട്ടെ. അപ്പൊ ഈ മെറ്റാലിക് കണ്ടക്ടർ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്റർ ചെയ്യുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ വേണ്ട. ഞാൻ മുമ്പ് ലെൻസസ് ലോയുടെ കേസിൽ പറഞ്ഞതുപോലെ അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ വേണ്ട. അതുകൊണ്ട് അത് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും. അപ്പം ഇതിന്റെ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഈ ഒരു റീജിയണും നോർത്ത് പോളിനോട് ഐഡന്റിക്കൽ ആകാനായിട്ട് താല്പര്യം. കാരണം നോർത്ത് പോളും തമ്മിലാണ് റിപ്പൾഷൻ വരുന്നത്. അതുകൊണ്ട് അത് നോർത്ത് പോളിനോട് ഐഡന്റിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എങ്ങനെ കറണ്ട് വരണം? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് വരണം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡിലായിട്ട് അത് വൺസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നോ പ്രോബ്ലം. മാഗ്നറ്റിക് ഫീൽഡ് അതിന് കിട്ടിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം അത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങും. കാരണം അത് ഓസിലേറ്റ് ചെയ്യുകയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ വേണം. കാരണം ഓൾറെഡി അത് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഇനേർഷ്യ കാരണം അതിന് മാഗ്നറ്റിക് ഫീൽഡിനെ വേണം. അപ്പൊ അത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ അതിന് താല്പര്യമില്ല മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആയതുകൊണ്ട് അതിന്റെ ഈ ഒരു റീജിയൻ സൗത്ത് പോൾ ആകാനായിട്ട് അത് താല്പര്യപ്പെടും. സൗത്ത് പോൾ ആകാനായിട്ട് താല്പര്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവണം. അതായത് ഒരു ബാർ മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ ഇറങ്ങുമ്പോഴും കയറി ഇറങ്ങി പോകുമ്പോൾ ഇറങ്ങുമ്പം അതിന്റെ ഒരു ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ അത് റിലീസ് ചെയ്ത് പോകാൻ നേരം അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന കറണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലുമാണ്. അതായത് ഒരു എഡി പോലെയാണ്, അതായത് ചുഴി പോലെയാണ് കറണ്ട് ഉണ്ടാകുന്നത്, വട്ടത്തിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കറണ്ടുകളെ നമ്മൾ എഡി കറണ്ട് എന്ന് വിളിക്കുന്നു. അവിടെ നമുക്ക് ഉറപ്പായിട്ടും അറിയാം, ഒബിയസ്ലി അവിടെ ഒരു കറണ്ട് ഉള്ളത് കൊണ്ട്, അതായത് അതിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഉറപ്പായിട്ടും ഒരു എനർജി ലോസ് ഉണ്ട്. ആ ഉണ്ടാകുന്ന എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നോർമലി ഒരു 20 പ്രാവശ്യം അത് ഓസിലേറ്റ് ചെയ്യുമായിരുന്നുവെങ്കിൽ, 20 ഓസിലേഷൻസ് അവിടെ പോസിബിൾ ആയിരുന്നെങ്കിൽ, ഒരു പക്ഷേ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 7 തവണ 8 തവണ 5 തവണയൊക്കെ ആയിട്ട് അത് ഡാമ്പ് ചെയ്ത് പോവും. കാരണം അവിടെ എക്സ്ട്രാ ഒരു ഹീറ്റ് എനർജി കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ മൂവ് ചെയ്തിറങ്ങുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മെറ്റാലിക് കണ്ടക്ടർ ഇറങ്ങുമ്പോൾ അവിടെ നമുക്കറിയാം ഒരു മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയാണല്ലോ? ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള സാധനത്തിനാണ് നമ്മൾ മെറ്റാലിക് കണ്ടക്ടർ, ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന സാധനം നമ്മൾ വിളിക്കുന്നത്. ഒരു കണ്ടക്ടർ, മെറ്റൽസ് കണ്ടക്ടർ ആണ്. അപ്പൊ അതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മെറ്റാലിക് കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി അതാണ് ഇവിടെ റീസൺ. പിന്നെ അതിന്റെ ഒരു ഡിറക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെൻസസ് ലോയെയോ അല്ലെങ്കിൽ ആ ഒരു ഇനേർഷ്യ എന്ന് പറഞ്ഞ ആ ഒരു ഫിനോമിനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ലെൻസസ് ലോ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഒപ്പോസിഷൻ നേച്ചർ പറയുന്നതാണ് ഒരു അല്പം കൂടി നല്ലത്. ആ ഒരു ഇനേർഷ്യ നേച്ചർ പറയുന്നതാണ് ഒരു അല്പം കൂടി നല്ലത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങളുടെ NCERT എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാറ്റേണിലാണ്. ഇതിന്റെ എക്സാക്ട് റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടർ എൻ്റർ ചെയ്യുകയാണ്. മെറ്റാലിക് കണ്ടക്ടറിൽ ആരുണ്ട്? ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഫ്രീ ഇലക്ട്രോൺസ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ, ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ
ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അത്തരത്തിൽ അവിടെ അതിനകത്തുള്ള എല്ലാ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസും ചാർജ്ഡ് പാർട്ടിക്കിൾസും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ആകെ കൂടെ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? വട്ടത്തിലായിരിക്കും കറണ്ട് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ എഡി കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ മെറ്റൽ എന്താണോ ആ മെറ്റൽ ഹീറ്റ് ആവും. കാരണം അതിനകത്ത് നോർമലി ഒരു മെറ്റാലിക് കണ്ടക്ടർ വെറുതെ ഇരിക്കുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അവർ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എഡി രീതിയിലൊന്നും മൂവ് ചെയ്യുന്നില്ല. എന്നാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്താൽ അതിൽ നിന്ന് റിലീസ് ചെയ്ത് പോകാൻ നേരം ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എന്തിന് കാരണമാവും? അവിടെ അത് മോഷണൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാവും. ആ എനർജി ലോസ് ഉണ്ടാവുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും. ആ മെറ്റൽ ചൂടാവും. അതാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്, അല്ലെങ്കിൽ ഫൈനലി അതിന് സംഭവിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എഡി കറന്റ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ആ മൂവ് ചെയ്യുന്ന മെറ്റൽ, ഈ ഫിഗറിലാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡിസ്ക് കുറച്ച് കഴിയുമ്പോൾ ചൂടാവും. അതാണ് എഡി കറന്റിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പം ഇതാണ് എഡി കറന്റ്. ഇനി എഡി കറന്റിന്റെ കുറേയേറെ ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പൊ നമുക്ക് ആ എഡി കറന്റിന്റെ ആപ്ലിക്കേഷൻസ് കൂടി ഒരു 3-4 നമ്മൾ സാധാരണ പ്രാക്ടിക്കലി നമ്മൾ എവറിഡേ ലൈഫിൽ കാണുന്ന ഒരു 3-4 എക്സാമ്പിളുകൾ കൂടി പറഞ്ഞ് നമുക്ക് ആ ഒരു ടോപ്പിക് അവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തതായി നമ്മൾ എഡി കറന്റിന്റെ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഇൻഡക്ഷൻ ഫർണസ്. ഇൻഡക്ഷൻ ഫർണസ് എഡി കറന്റ് വെച്ച് യൂസ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇൻഡക്ഷൻ ഫർണസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം. ഇൻ ആൻ ഇൻഡക്ഷൻ ഫർണസ് ഹൈ ടെമ്പറേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജനറേറ്റിംഗ് എഡി കറന്റ്സ്. അപ്പൊ എഡി കറന്റ് കാരണമാണ് ഇതിനകത്ത് ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. അതിനകത്ത് ആക്ച്വലി ചെയ്യുന്നത് നമുക്ക് എന്ത് മെറ്റലാണോ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു മെറ്റൽ നമ്മൾ ഈ ഫർണസിനകത്ത് പ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ടൈം വേരിയിങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം ഒരു വേരി ചെയ്യുന്ന ഫീൽഡിനുള്ളിൽ ഒരു മെറ്റൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എഡി കറന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം പറഞ്ഞത് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചിട്ട് അതിനുള്ളിലൂടെ ഒരു മെറ്റൽ മൂവ് ചെയ്യിക്കുന്നതായിരുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. മെറ്റൽ അവിടെ സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വേരി ചെയ്യിക്കുകയാണ്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള സെയിം എഫക്ട് തന്നെ അവിടെ ഉണ്ടാവും. അതിന്റെ ഉള്ളിലെ ഇലക്ട്രോൺസ് നമ്മൾ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതുകൊണ്ട് ഇലക്ട്രോൺസ് നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുള്ളിലെ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു സ്വിർലിംഗ് എഡീസ് ഇൻ കറന്റ്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു എഡി കറന്റ് അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഈ എഡി കറന്റ് നമുക്ക് ഉറപ്പായിട്ടും അറിയാം അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കേസിൽ അത് എനർജി ലോസ് ഉണ്ടാക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി ആയിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഫർണസിനുള്ളിൽ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ട മെറ്റൽസ് വെക്കുക. അതിനുശേഷം നമ്മളൊരു ടൈം വേരി മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അപ്ലൈ ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ ഉള്ളിലിരിക്കുന്ന മെറ്റൽസിനകത്ത് ഒരു എഡി കറന്റ് ഉണ്ടാക്കും. ആ എഡി കറന്റ് കാരണം ആ മെറ്റല് എഡി കറന്റ്, ആ ഒരു മെറ്റലിനകത്ത് എഡി കറന്റ് ഉണ്ടാകുന്നത് കൊണ്ട് ആ മെറ്റലിനകത്ത് ഹീറ്റ് എനർജി ലോസ് ഉണ്ടാവും. ആ എനർജി ലോസ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ആ മെറ്റൽസ്, ഫർണസിനുള്ളിലിരിക്കുന്ന മെറ്റൽസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഒരു ഇൻഡക്ഷൻ ഫർണസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓൺ ദ ബേസിസ് ഓഫ് എഡി കറന്റ്സ്. അടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അത് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മളവിടെ നിങ്ങൾക്ക് കാണാം. അതില് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒരു റോട്ടർ ഉണ്ട്. ഇതാണ് റോട്ടർ എന്ന് പറയുന്നത്. അപ്പം എഡി കറന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റാലിക് സിലിണ്ടർ കോൾഡ് റോട്ടർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ആ റോട്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിലാണ്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൽ ആ റോട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ റോട്ടറിൽ എഡി കറന്റ് ഉണ്ടാവും. ഇനീഷ്യലി ആ എഡി കറന്റ് അതിന്റെ റിലേറ്റീവ് മോഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദ എഡി കറന്റ് ഇനീഷ്യലി ട്രൈസ് ടു ഡിക്രീസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സിലിണ്ടർ ആൻഡ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇനീഷ്യലി അത് ട്രൈ ചെയ്യുക. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും അതിന്റെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ആ റോട്ടറിന്റെയും കൂടെ റിലേറ്റീവ് മോഷൻ കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും കണ്ടിന്യൂസ് ടു ബി ഇൻ എ റൊട്ടേഷൻ സ്റ്റേറ്റിലായതുകൊണ്ട് ആസ് ദ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ടു റൊട്ടേറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദ മെറ്റാലിക് സിലിണ്ടർ സെറ്റ് ഇൻ ടു റൊട്ടേഷൻ. ആ ഇരിക്കുന്ന മെറ്റാലിക് സിലിണ്ടറും വീണ്ടും റൊട്ടേഷനിലേക്ക് പോകും. ഇതാണ് ഈ ഒരു ഇൻഡക്ഷൻ മോട്ടറാണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് അങ്ങനെയായിരിക്കും നടക്കുക. നമ്മൾ സാധാരണ ഫാനിലൊക്കെ കാണുന്ന ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് ഈ ഒരു രീതിയിലായിരിക്കും. അടുത്ത മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്സ് ആണ്. നമ്മൾ ട്രെയിനിലൊക്കെ പറയുന്നത് പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്സ് ആണ് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് വരിക.
അവിടെ നമ്മൾ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ നോക്കിയാൽ അറിയാം, വെൻ ദ ബ്രേക്ക് ഈസ് അപ്ലൈഡ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ്. അതായത് ഇവിടെ നമ്മുടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ ഡ്രമ്മിന് അക്രോസ് ആയിട്ട് വരും. അതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അത് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് അത് അവിടെ ആക്റ്റീവ് ആകുന്നത്, ആ ഡ്രമ്മിന്റെ അടുത്തേക്ക് അത് വരുന്നത്. അപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് അടുത്തേക്ക് വരികയും അവിടെ ഒരു എഡി കറന്റ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് നോക്കാം. വെൻ ബ്രേക്ക് ഈസ് അപ്ലൈഡ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് ആൻഡ് ഹെൻസ് എഡി കറന്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡ്രം വിച്ച് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദി ഡ്രം. അതായത് ഈ ഇലക്ട്രോമാഗ്നറ്റ്സ് ആദ്യമേ അകന്നിരിക്കുകയായിരിക്കും. എപ്പോഴാണോ നമ്മളിവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് ഇലക്ട്രോമാഗ്നറ്റ്സ് ഡ്രമ്മിന്റെ ചേർന്ന് വരികയും, അപ്പൊ നമുക്കറിയാം ഇത് ട്രെയിൻ മൂവിങ്ങിലാണ്. അതുകൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ ഡ്രം മൂവിങ്ങിലായതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എഡി കറന്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഡ്രം കിടന്ന് മൂവ് ചെയ്യുകയാണ്. സോ ആ ഡ്രമ്മിൽ ഒരു എഡി കറന്റ് ഉണ്ടാവും. ആ എഡി കറന്റ് അതിന്റെ മോഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇത്തരത്തിലായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ബ്രേക്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനുകളിലെ ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുക. മറ്റൊരു ആപ്ലിക്കേഷൻ നമ്മുടെ വെഹിക്കിൾസിലൊക്കെയുള്ള സ്പീഡോമീറ്റർ ആണ്. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദ ഡ്രം ഇൻ ടേൺ എക്സ്പീരിയൻസ് എ ടോർക്ക് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ത്രൂ ദ സർട്ടൻ ആംഗിൾ ഡിപ്പെൻഡിംഗ് ഓൺ ദ സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. അതായത് നമുക്കവിടെ ഒരു സ്പീഡോമീറ്ററിന് ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് ഒരു അലൂമിനിയത്തിനുള്ളിലായിരിക്കും. വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ഈ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. ആ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റ് റൊട്ടേറ്റ്സ് ഇൻസൈഡ് ആൻ അലൂമിനിയം സിലിണ്ടർ. അതിനാണ് നമ്മൾ ഡ്രം എന്ന് വിളിക്കുന്നത്. വിച്ച് ഹെൽഡ് ഇൻ ദ പൊസിഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ ഹെയർ സ്പ്രിംഗ്. ഇവിടുത്തെ ഹെയർ സ്പ്രിംഗിന്റെ ഹെൽപ്പ് കൊണ്ട് ഈ നമ്മുടെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് ഒരു അലൂമിനിയത്തിനുള്ളിലാണ്. സോ ദ എഡി കറന്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡ്രം ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി മാഗ്നറ്റ് ആൻഡ് ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദി റൊട്ടേറ്റിംഗ് മാഗ്നറ്റ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ മൂവ്മെന്റ് അനുസരിച്ച് ഇവിടെ ഒരു മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. ആ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് അവിടെ ഒരു എഡി കറന്റ് ഉണ്ടാവും. ആ എഡി കറന്റ് ഈ മാഗ്നറ്റിന്റെ റൊട്ടേഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു കൗണ്ടർ ടോർക്ക് ആയിരിക്കും കൊടുക്കുന്നത്. ആ കൗണ്ടർ ടോർക്കിനനുസരിച്ച് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഡ്രമ്മിൽ നമ്മളൊരു പോയിന്റർ വെച്ചിട്ടുണ്ട്. ആ പോയിന്റർ ആ കൗണ്ടർ ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിൽ വന്ന് നിൽക്കും. അപ്പൊ നമ്മൾ അതിന് ആ വണ്ടിയുടെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 20 km/h, 30 km/h, 40 km/h, 50 km/h എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് റെഗുലർ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്ത എക്സ്പെരിമെന്റ്സിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് എവിടെ മാർക്കിംഗ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. വണ്ടിയുടെ സ്പീഡിനനുസരിച്ചായിരിക്കും അതിന്റെ ഉള്ളിലെ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും അവിടെ ഒരു എഡി കറന്റ് ഉണ്ടാകുന്നത്. ആ എഡി കറന്റ് ഇതിനെ കൗണ്ടർ ടോർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കും എഡി കറന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ നീഡിൽ ആ ഡ്രമ്മിന്റെ അവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുന്നു. അത് അവിടെ നമ്മൾ ഇപ്പോഴുള്ള വണ്ടിയുടെ സ്പീഡ് മുമ്പ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് വണ്ടിയുടെ സ്പീഡ് ഏതാണോ ആ സ്പീഡ് തന്നെയായിരിക്കും നമുക്ക് ഈ സ്പീഡോമീറ്ററിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഇതും ഒരു എഡി കറന്റിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇനിയും ആപ്ലിക്കേഷനുകളുണ്ട്. നമ്മുടെ വീട്ടില് അനലോഗ് ഇലക്ട്രിക് മീറ്ററുകൾ, നമുക്കറിയാം വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് മീറ്ററുകൾ ഡിജിറ്റലാണ്. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം കറണ്ട് കൺസപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മീറ്ററുകൾ ഡിജിറ്റൽ മീറ്ററുകളാണ്. മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അനലോഗ് മീറ്ററുകളിൽ നമുക്കറിയാം അതിന്റെ നടുക്കൂടി ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയും അതിന്റെ ആ ഡിസ്കിന്റെ റൊട്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ എന്തുമാത്രം യൂണിറ്റ്സ് ഓഫ് എനർജി നമ്മൾ കൺസ്യൂം ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഒരു എഡി കറന്റിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് തന്നെയായിരുന്നു അത് ചെയ്യുന്നത്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇൻഡക്ഷൻ സ്റ്റൗ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതായത് അവിടെ നമ്മൾ ഉള്ളത് ഇൻഡക്ഷൻ സ്റ്റൗവിനുള്ളിൽ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ അതിന്റെ മേളിൽ എന്തെങ്കിലും ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അതിന്റെ ഉള്ളിൽ ഒരു എഡി കറന്റ് ഉണ്ടാവുന്നു. ആ എഡി കറന്റ് നമുക്കറിയാം എനർജി ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഹീറ്റ് എനർജിയുടെ ഫോമിലായിരിക്കും എനർജി ലോസ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലുള്ള എന്ത് മെറ്റീരിയലാണോ അത് ചൂടാവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതെപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ മെറ്റീരിയൽ വെക്കുന്നത്, നമുക്ക് ഫുഡ് എന്താണ് നമുക്ക് പ്രിപ്പയർ, വെള്ളം ചൂടാക്കാനാണ്, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ അത് ചൂടാവത്തുള്ളൂ. ചുമ്മാ ഇൻഡക്ഷൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നമ്മൾ മണ്ടേ കൊണ്ടുവന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചൂടാവത്തൊന്നുമില്ല. അതായത് എപ്പോഴാണോ നമ്മൾ പോട്ട് എടുത്ത് വെക്കുന്നത്, എപ്പോഴാണോ ഒരു കണ്ടക്ടർ പോട്ട് എടുത്ത് വെക്കുന്നത് അപ്പോൾ മാത്രമേ അത് ചൂടാവാൻ തുടങ്ങത്തുള്ളൂ. അതായത് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സ്റ്റൗ ഒക്കെ കണ്ടക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതായത് നമ്മൾ താഴെ നിന്ന് തീ കൊടുക്കുന്നു, പാത്രം ചൂടാവുന്നു, ആ പാത്രത്തിന്റെ ചൂടിൽ നിന്ന് അതിനുള്ളിലുള്ള വെള്ളമാണെങ്കിൽ വെള്ളം, ഫുഡാണെങ്കിൽ ഫുഡ്, അത് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പം വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ചൂടാവുന്നു. ഇതിന്റെ പ്രിൻസിപ്പിൾ അങ്ങനല്ല. നമ്മൾ ആദ്യമേ ഇൻഡക്ഷൻ സ്റ്റൗ ഓൺ ചെയ്ത് ഇലക്ട്രിക് കറണ്ടിൽ കുത്തി നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് ഉടനെ ചൂടാവത്തൊന്നുമില്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അവിടെ വെക്കുന്നത്, ഒരു പോട്ട് നമ്മൾ വെക്കുന്നത്, നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രങ്ങളായിരിക്കും സാധാരണ വീടുകൾ യൂസ് ചെയ്യുന്നത്.
അപ്പം കണ്ടക്ടിങ് ആയിട്ടൊരു സാധനം വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ എഡി കറന്റ് ഉണ്ടാവുകയും നമുക്ക് അതിന്റെ ഉള്ളിലുള്ള വെള്ളം ചൂടായി കിട്ടത്തും ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇൻഡക്ഷൻ സ്റ്റൗവിൽ നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള അലുമിനിയം പോലുള്ള പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നത്. അവിടെ ഒരു എഡി കറന്റ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പം അവിടെയും ഈ വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു വേരിയിങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ എടുത്ത് വെക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന എഡി കറന്റ് തന്നെയാണ് അവിടെയും ഇതിന്റെ ചൂടാകുന്നതിനുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നിരവധി എക്സാമ്പിളുകൾ എഡി കറന്റിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വായിച്ചറിയാൻ പറ്റുമെങ്കിൽ അത് വായിച്ചറിയുക. ഒരു പ്രിലിമിനറി നോളജിന് വേണ്ടി മാത്രമാണ് ഞാൻ 3-4 ആപ്ലിക്കേഷനുകൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് എഡി കറന്റിന്റെ തിയറി പഠിക്കുക, അതിനോട് അസോസിയേറ്റ് ചെയ്ത് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൂടി പഠിച്ച് അവിടം വരെ നിർത്തുക. തൊട്ടടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് അടുത്തൊരു ലെക്ചറിൽ കാണാം. കേട്ടിരുന്നതിന് നന്ദി.